എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഡിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ അറേബ്യൻ പുഡിംഗ് തന്നെയാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാനും. അതിനകത്ത് മാമ്പഴവും കൂടെ ചേരുമ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതിനായിട്ട് ആദ്യം 1/2 കപ്പ് മിൽക്കിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു 2 കപ്പ് പാല് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത കസ്റ്റർഡ് മിൽക്ക് ചേർത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിക്കാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലേക്ക് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒരു 1 കപ്പ് മാംഗോ പ്യൂരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബൗളിലേക്ക് ബ്രെഡ് പീസസ് ഈ കാണുന്ന പോലെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേളിലേക്ക് കസ്റ്റർഡ് മിൽക്കും ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി, ചെറിയ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ. അതിനുശേഷം ഒരു 15 മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇനി നമുക്ക് ടോപ്പ് ലെയറിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കാം. ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും മാംഗോ പ്യൂരിയും കൂടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അത് നമ്മൾ തണുക്കാൻ വെച്ചേക്കുന്ന പുഡിങ്ങിൻ്റെ മേളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മാംഗോ പ്യൂരി അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് ആർട്ട് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെയിം പ്രൊസീജിയറിൽ തന്നെ ഞാൻ കുറച്ച് ഗ്ലാസ്സുകളിലും സെയിം രീതിയിൽ പുഡിങ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അവിടെയും ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ക്രഷ്ഡ് പിസ്താഷ്യോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊരു 2 to 3 hours വരെ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് നേരത്തെ ആട്ടോ എടുത്തേ. ഒരു 3 മണിക്കൂർ മിനിമം ഇരുന്നാൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ.